മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കളിയാക്കി പറയാനില്ല. ഉപ്പും മൂഞ്ചി, മുളകും മൂഞ്ചി, അരക്കാൻ മൂഞ്ചി, തേങ്ങയും മൂഞ്ചി, പടം കണ്ട ഞാനും മൂഞ്ചി. അല്ലാതെ ഞാനെന്തൊരു പറയാം. ശിവപുരാണം എന്ന് പറയാം. അതായത് കിരാതനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവന്റെ വേറൊരു അംശമാണ്, അതായത് കാട്ടാളൻ, പിന്നെ രുദ്രൻ, അങ്ങനെ ഓരോരോ സംഭവങ്ങളാണ്. അപ്പോൾ ശിവപുരാണം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് അറിയാം. പറയാം ഫസ്റ്റ് ഹാഫ് തന്നെ ഏറ്റവും ഭയങ്കര കോമഡിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൽ തന്നെ ഈ റൊമാൻറ്റിക്കിൽ വരുമ്പോൾ തന്നെ നടൻ വന്നിട്ട് പറയും, ഞാൻ ഒരു തട്ട് തട്ടുമ്പോൾ നീ എനിക്ക് വെള്ളം തരണം, ഞാൻ രണ്ടാമത്തെ തട്ട് തരുമ്പോൾ നീ എനിക്ക് ആഹാരം തരണം, ഞാൻ മൂന്നാമത്തെ തട്ട് തരുമ്പോൾ നീ എനിക്കൊരു ഉമ്മ തരണം. ഇതൊക്കെ വൻ കോമഡി ആയിപ്പോയി ബ്രോ. ഇതൊക്കെ പടത്തിന്റെ ഇതിൽ ഏറ്റവും വലിയ മോശം എന്ന് പറയുന്നത് ഡബിങ് വെറും മോശം. ഇതിനെങ്ങാട്ടി എന്നെ വിളിച്ചത് ഞാൻ നല്ല രീതിയിൽ ഡബ് ചെയ്യുമായിരുന്നല്ലേ. എന്തോന്നൊരു ഒരു ശബ്ദം ഗാംഭീര്യം. നായകനായിട്ട് വന്ന ആ നായകനൊരു ബിൽഡപ്പ് കൊടുക്കണമെങ്കിൽ ശബ്ദം വേണം. പ്രഭാസിന്റെ ഒക്കെ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഡബിങ് കേട്ടിട്ടുണ്ടല്ലോ, നല്ല ശബ്ദ ഗാംഭീര്യം.